ഗ്രീൻ ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റീനയാണ് കേട്ടോ. ശരീരവേദന, ദഹനക്കേട്, ഉറക്കമില്ലായ്മ അസുഖങ്ങളുടെ ഒരു നീണ്ട പട്ടിക തന്നെ ഉണ്ടല്ലേ. എന്നാൽ ഇതിനെയൊക്കെ ചികിത്സിക്കാൻ വിവിധ വഴികൾ തേടി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഒറ്റ വഴി മതി, അതാണ് നമ്മുടെ ജാതിക്ക. ജാതിക്ക ഒരു അത്ഭുത കായാണെന്ന് പറയുന്നത് വെറുതെ അല്ല കേട്ടോ. ധാരാളം ആരോഗ്യ ഗുണങ്ങളും ഔഷധ ഗുണങ്ങളുമുള്ള ഒരു ജനപ്രിയ സുഗന്ധവ്യഞ്ജനമാണ് ഈ ജാതിക്ക. മലയാളികൾ വിവിധ വിഭവങ്ങളിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഒരു സുഗന്ധവ്യഞ്ജനം. സ്പൈസ് ദ്വീപുകളിൽ കാണപ്പെടുന്ന ഇത് ഇന്തോനേഷ്യൻ സ്വദേശിയാണെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. ജാതിക്ക മലയാളികൾക്ക് ആരോഗ്യപരമായി ഏറെ ഉപയോഗപ്പെടുത്താമെന്നതിന് ഒരടിസ്ഥാനം ഇന്ത്യയിൽ ഇത് ഏറ്റവും കൂടുതൽ വിളയുന്നത് കേരളത്തിലാണ് എന്നത് തന്നെയാണ്. ജാതിക്കയുടെ പുറന്തോട്, ജാതിപത്രി, ജാതിക്കാക്കുരു ഇതിനെല്ലാം ഔഷധ ഗുണങ്ങളും ആരോഗ്യ ഗുണങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. രുചിയും ഗന്ധവും കൂട്ടാൻ കറികളിൽ ചേർക്കുന്ന ജാതിക്കയിൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളം ഉണ്ട്. ജാതിക്കയിൽ നിന്നും ജാതി തൈലം, ജാതി വെണ്ണ, ജാതി സത്ത്, ജാതിപ്പൊടി, ഒളിയോറസിൻ എന്നീ ഉൽപ്പന്നങ്ങളും ജാതിപത്രി വാറ്റിയിട്ട് തൈലവും കറിക്കൂട്ടുകൾക്ക് ഉപയോഗിക്കുന്ന സുഗന്ധവ്യഞ്ജനവുമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അതുകൂടാതെ ജാതിക്കയുടെ പുറന്തോട് കൊണ്ട് അച്ചാറും വൈനും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ബേക്കറിയിൽ ആഹാര സാധനങ്ങളുടെ നിർമ്മാണത്തിൽ മണവും രുചിയും കൂട്ടുന്നതിനും ജാതിക്ക വ്യാപകമായിട്ട് ഉപയോഗിക്കപ്പെടുന്നുണ്ട് കേട്ടോ. ജാതിക്കയിലും ജാതിപത്രിയിലും അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റ് രോഗത്തെ തടയാനും രോഗപ്രതിരോധ ശേഷി കൂട്ടാനും സഹായിക്കുമെന്നാണ് പഠനങ്ങൾ വെളിപ്പെടുത്തുന്നത്. നല്ലൊരു വേദന സംഹാരിയാണ് കേട്ടോ നമ്മുടെ ജാതിക്ക തൈലം. ക്യാൻസർ തടയാനും ഈ തൈലം സഹായിക്കും. കോളൻ ക്യാൻസർ തടയാൻ ജാതിക്കയ്ക്ക് കഴിയുമെന്ന് തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കാൻ ജാതിക്ക ഉൾപ്പെടെയുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾക്ക് കഴിയും. പ്രമേഹമുള്ളവരിൽ ഉണ്ടാകുന്ന കടുത്ത വേദന കുറയ്ക്കാൻ ജാതിക്ക തൈലത്തിനും കഴിയുമത്രേ. സന്ധിവാതമുള്ളവരിൽ സന്ധികൾക്കുണ്ടാകുന്ന വീക്കവും വേദനയും കുറയ്ക്കുവാനായിട്ട് ജാതിക്കയ്ക്ക് കഴിയും കേട്ടോ. ഒരു ഗ്ലാസ് ചൂട് പാലിൽ ഒരു നുള്ള് ജാതിക്ക പൊടി ചേർത്ത് ഉറങ്ങാൻ കിടക്കും മുൻപ് കുടിക്കുന്നത് നല്ല ഉറക്കം ലഭിക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ. സ്ട്രെസ്സ് കുറയ്ക്കാനും മനസ്സിനെ ശാന്തമാക്കാനും ഒക്കെ ജാതിക്കയ്ക്ക് കഴിയുമേ. ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളുള്ള ജാതിക്ക വായയുടെ ആരോഗ്യത്തിനും ഏറെ നല്ലതാണ് കേട്ടോ. വായിലെ അണുബാധയ്ക്ക് കാരണമാകുന്ന സ്ട്രെപ്റ്റോകോക്കസ് പോലുള്ള രോഗാണുക്കളോട് പൊരുതി ദന്തപ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമേകാനായിട്ട് ഒരു ഉത്തമ പരിഹാരം തന്നെയാണ് ഈ ജാതിക്ക എന്ന് പറയുന്നത്. ചെമ്പ്, പൊട്ടാസ്യം, കാൽസ്യം, മാംഗനീസ്, ഇരുമ്പ്, സിങ്ക്, മഗ്നീഷ്യം തുടങ്ങിയ ധാതുക്കളുടെ നല്ലൊരു ഉറവിടമാണ് കേട്ടോ ഈ സുഗന്ധവ്യഞ്ജനം. ഹൃദയമിടിപ്പിനെയും രക്തസമ്മർദ്ദത്തെയും നിയന്ത്രിക്കാൻ ഇവ അത്യാവശ്യമാണ്. വിറ്റാമിൻ സി, ഫോളിക് ആസിഡ്, റൈബോഫ്ലേവിൻ, നിയാസിൻ, വിറ്റാമിൻ എ എന്നിവയുൾപ്പെടെയുള്ള സുപ്രധാന ബി കോംപ്ലക്സ് വിറ്റാമിനുകളും ധാരാളം ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ ബീറ്റാ കരോട്ടിൻ, ക്രിപ്റ്റോനിസാന്തിൻ തുടങ്ങിയ ഫ്ലേവനോയിഡ് ആൻറ്റി ഓക്സിഡൻറ്റുകളും ധാരാളം ഇതിലടങ്ങിയിട്ടുണ്ട് കേട്ടോ. പുരാതന കാലം മുതൽ നാഡീ ദഹന വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങൾക്ക് ജാതിക്കയും എണ്ണയും ഒക്കെ ചൈനീസ്, ഇന്ത്യൻ പരമ്പരാഗത മരുന്നുകളിലൊക്കെ ഉപയോഗിച്ചിരുന്നു കേട്ടോ. കൂടാതെ തലച്ചോറിനെ ഉത്തേജിപ്പിക്കുന്ന ഒരു ബ്രെയിൻ ടോണിക് കൂടിയാണ് നമ്മുടെ ഈ ജാതിക്ക എന്ന് പറയുന്നത്. വിഷാദ ലക്ഷണങ്ങളെ അകറ്റാനായിട്ട് ജാതിക്ക സഹായിക്കുന്നു. സെറോട്ടോണിൻ എന്ന ഹോർമോണിൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ ഉൽപ്പാദനം കൂട്ടുക വഴിയാണ് ഇത് സാധിക്കുന്നത് കേട്ടോ. സൗന്ദര്യ സംരക്ഷണത്തിൻ്റെ കാര്യത്തിലും ജാതിക്ക ഒട്ടും പുറകിലല്ല കേട്ടോ. ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗൽ ഗുണങ്ങളുള്ള നമ്മുടെ ജാതിക്ക ഉണ്ടല്ലോ, മുഖക്കുരു അകറ്റാനൊക്കെ നല്ലൊരു ഉപാധിയാണ് കേട്ടോ. അതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജാതിക്ക പൊടിച്ച് പാലിൽ ചാലിച്ചിട്ട് മുഖത്ത് പുരട്ടുക. ഇളം ചൂടുവെള്ളത്തിൽ മുഖം കഴുകിയ ശേഷം വേണോട്ടോ ഇങ്ങനെ ചെയ്യാൻ. ഇതുപയോഗിച്ച് ഒരാഴ്ച കഴിയുമ്പോൾ മുതൽ നല്ല മാറ്റം മുഖത്ത് കണ്ടു തുടങ്ങും കേട്ടോ. കൂടാതെ ജാതിക്ക പാചകത്തിൽ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ജാതിക്ക സോസുകൾ, സൂപ്പ്, മിഠായി എന്നിവയിലും ഇത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ജാതിപത്രി മധുരപലഹാരങ്ങളും പൈദോശ, ഡോണട്ട്സ് എന്നിവയിൽ സുഗന്ധവ്യഞ്ജനങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പല ഏഷ്യൻ രാജ്യങ്ങളിലും മാംസ്യം, പച്ചക്കറി വിഭവങ്ങൾ എന്നിവയിൽ കറിപ്പൊടിയുടെ സാധാരണ ചേരുവകളിൽ ഒന്നായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. ഭക്ഷ്യവസ്തുക്കൾക്ക് കുങ്കുമം പോലെയുള്ള നിറം നൽകുന്നു. അതിനാൽ ഇത് പാചകത്തിന് സമൃദ്ധമായ സ്വാദും പുതുമയും നൽകുന്നു. ജാതിക്കയുടെ ഉപയോഗങ്ങൾ വളരെയധികം ഉണ്ട് കേട്ടോ. ജാതിക്കയുടെ പൊടി ആപ്പിൾ നീര് ചേർത്ത് കഴിച്ചാൽ വയറുകടി മാറും അത്രേ. രാത്രി മുഴുവൻ യാതൊരു കാരണങ്ങളും ഇല്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടികളെ കാണാറില്ലേ? ഇവർക്ക് തേനിൽ ജാതിക്ക അരച്ചു കൊടുത്താൽ ആശ്വാസം കിട്ടുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അധിക നാൾ പക്ഷേ ഇത് ഉപയോഗിക്കരുതേ. ഛർദിക്ക് കരിക്കിൻ വെള്ളത്തിൽ അരച്ചും കൊടുക്കാവുന്നതാണ്. ജാതിക്ക വെറ്റില നീരിനൊപ്പം ചവച്ചിറക്കുന്നതും ജാതിപത്രിയും തേനും നല്ല നാടൻ കോഴിമുട്ട പകുതി പുഴുങ്ങിയതും വേവിച്ച് കഴിച്ചാൽ ലൈംഗിക ശേഷി വർദ്ധിക്കുമെന്നും പഠനങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്.
നമ്മുടെ ശരീരത്തിൽ ഒരു കാർമിനേറ്റീവ് ഫലമുണ്ടാക്കുന്ന അവശ്യ എണ്ണ ജാതിക്കയിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിനാൽ വയറിളക്കം, മലബന്ധം, ശരീരവണ്ണം, ഗ്യാസ് തുടങ്ങിയ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് ജാതിക്ക ഒരു ഉത്തമ ഔഷധമാണ് കേട്ടോ. സൂപ്പുകളിലും കറികളിലും ജാതിക്ക ചേർക്കുക എന്നതാണ് ഒരു വീട്ടുവൈദ്യം. ഇത് ദഹന എൻസൈമുകളുടെ സ്രവത്തെ സഹായിച്ചിട്ട് നിങ്ങൾക്ക് നല്ല ആശ്വാസം പകരും കേട്ടോ. ജാതിക്കയിലെ നാരുകൾ വയറിൻ്റെ ശാന്തചലനത്തിന് സഹായിക്കും. വയറിൽ നിന്ന് അമിതമായ ഗ്യാസ് നീക്കം ചെയ്യാനും ഇത് സഹായകമാണ്. വായ്നാറ്റം അകറ്റാനും പല്ലുവേദനയെ ഇല്ലാതാക്കാൻ സഹായിക്കുകയൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആയുർവേദ ടൂത്ത് പേസ്റ്റുകളിലും ഗം പേസ്റ്റുകളിലും എല്ലാം ഒരു പ്രത്യേക ഘടകമായിട്ട് ഇത് സാധാരണയായിട്ട് ഉപയോഗിച്ച് പോരുന്നുണ്ട് കേട്ടോ. ഇതുകൂടാതെ കരൾ രോഗങ്ങൾക്കും വൃക്കയിലെ കല്ലുകൾ തടയുന്നതിനും അത് അലിഞ്ഞു പോകുന്നതിനും ജാതിക്ക ഫലപ്രദമായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട് കേട്ടോ. ആസ്മ എന്ന ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ ചികിത്സിക്കാനും ജാതിക്ക പൊതുവായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇതിനു പുറമെ ചുമയും ജലദോഷവും നീക്കാനായിട്ട് ജാതിക്കയുടെ എണ്ണ മികച്ചതാണെന്നാണ് ആയുർവേദം പറയുന്നത്. വീട്ടുവൈദ്യത്തിൽ പരക്കെ നമ്മുടെ പഴമക്കാരെല്ലാം ഇത് ഉപയോഗിച്ച് പോരുന്നുണ്ടെങ്കിലും വലിയ അളവിൽ ജാതിക്ക ഉപയോഗിക്കുന്നതും ഏകാഗ്രത, വിയർപ്പ്, ഹൃദയമിടിപ്പ്, ശരീരവേദന, കഠിനമായ സന്ദർഭങ്ങളിൽ ഭ്രമാത്മകത, വിഭ്രാന്തി എന്നിവയ്ക്കും കാരണമായേക്കാം കേട്ടോ. അതുകൊണ്ട് വളരെ ചെറിയ അളവിൽ ഇത് ഗർഭാവസ്ഥയിലും മുലയൂട്ടുന്ന അമ്മമാർക്കും എല്ലാം സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. കൂടുതൽ അളവിൽ ഉപയോഗിക്കണം എങ്കിൽ അത് തീർച്ചയായിട്ടും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം നിങ്ങൾ ഉപയോഗിക്കേണ്ടതാണ് കേട്ടോ. നമ്മുടെ പറമ്പുകളിൽ കാണപ്പെടുന്ന ജാതിക്കയ്ക്ക് ഇത്രയും ഗുണഗണങ്ങളുണ്ടെന്ന് ഇപ്പം മനസ്സിലായില്ലേ? ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്നും ഉപകാരപ്രദമായെന്നും ഞാൻ കരുതുന്നു. പുതിയൊരു ഔഷധ സസ്യത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതേപോലുള്ള അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവരേക്കും ബൈ ഫ്രം റീന.